മാസാവസാനം അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദരിദ്രനായി തുടരാനുള്ള തീരുമാനത്തിലാണ്. നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ പണം സമ്പാദിച്ചു തുടങ്ങിയാൽ ചെയ്യേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. പക്ഷേ 1 മിനിറ്റിൽ എനിക്കെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. പണം സമ്പാദിക്കാൻ ആർക്കും കഴിയും. പക്ഷേ അത് നിലനിർത്താനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് വേണം. ഇതിൽ 10ാമത്തെ പോയിന്റ് കൃത്യമാക്കി മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് പണത്തിന് വേണ്ടി ഓടേണ്ടി വരില്ല. പണം നിങ്ങളുടെ പിന്നാലെ വരും. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല വസ്ത്രങ്ങൾ മാത്രം വാങ്ങുക. അതായത് എപ്പോഴും വില കൂടിയ ബ്രാൻഡുകൾ വാങ്ങണമെന്നല്ല. നമ്മളിടുന്ന വസ്ത്രം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാകണം. 10 മോശം ഷർട്ട് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് കാണാൻ ഭംഗിയും ക്വാളിറ്റിയുമുള്ള 2 ഷർട്ട് വാങ്ങുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും മികച്ചതാക്കാൻ ശ്രമിക്കണം. സോ നല്ല വസ്ത്രങ്ങൾ വാങ്ങുക. സെക്കൻഡ് പോയിന്റാണ് നല്ല ഭക്ഷണം കഴിക്കുക. നമ്മുടെ പണം ലാഭിക്കാൻ വേണ്ടി മോശം ഭക്ഷണം കഴിച്ച് ആരോഗ്യം കളയരുത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടി വാങ്ങി അതിൽ നല്ല ഇന്ധനം അടിക്കാൻ ശ്രദ്ധിക്കാറില്ലേ? അതുപോലെയാണ് നമ്മുടെ ശരീരവും. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കി പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കും. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര പണം സമ്പാദിച്ചിട്ടോ ആ പണം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. സോ നമ്മൾ എപ്പോഴും നല്ല പോഷക ഗുണമുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യുക. തേർഡ് പോയിന്റാണ് ക്വാളിറ്റി സ്ലീപ്പ്. നമ്മുടെ ജീവിതത്തിൽ 1/3 ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് ഉറങ്ങാനാണ്. അതുകൊണ്ട് നല്ലൊരു ബെഡും തലയണയും വാങ്ങാൻ മടിക്കരുത്. നന്നായി ഉറങ്ങിയാൽ മാത്രമേ അടുത്ത ദിവസം ഉന്മേഷത്തോടെ ജോലി ചെയ്യാനും കൂടുതൽ പണം സമ്പാദിക്കാനും നിങ്ങൾക്ക് സാധിക്കൂ. സോ ക്വാളിറ്റി സ്ലീപ്പ് നമ്മുടെ ജീവിതശൈലി ഒരു മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഫോർത്ത് വണ്ണാണ് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് അറിവ് വർദ്ധിപ്പിക്കുക. പണം ബാങ്കിൽ മാത്രം വെച്ചാൽ അത് വളരില്ല. നിങ്ങളുടെ അറിവിൽ നിക്ഷേപിക്കുക. പുതിയ സ്കില്ലുകൾ പഠിക്കാനോ പുസ്തകങ്ങൾ വാങ്ങാനോ ഒക്കെ പണം ചിലവാകും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ വാറൻ ബഫറ്റ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നിക്ഷേപം നിങ്ങളിൽ തന്നെ ചെയ്യുന്നതാണെന്നാണ്. സോ നമ്മളിപ്പോഴും നമ്മുടെ പുതിയ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് പണം യൂസ് ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റാണ് എക്സ്പീരിയൻസിന് വേണ്ടി ചിലവാക്കുക. ഒരു പുതിയ ഫോൺ വാങ്ങിയാൽ കിട്ടുന്ന സന്തോഷം കുറച്ച് ദിവസം മാത്രമേ കാണൂ. എന്നാൽ കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോയാലോ, ആ ഓർമ്മകൾ മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ കാണും. സാധനങ്ങളെക്കാൾ ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുക. ആറാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ് ഷോ ഓഫ് ഒഴിവാക്കുക. ഇതാണ് നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അയൽക്കാരെ കാണിക്കാനോ സുഹൃത്തുക്കളുടെ മുന്നിൽ ആളാകാനോ വേണ്ടി ലോൺ എടുത്ത് കാറോ ഫോണോ വാങ്ങരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. സോ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഓഫ് കാണിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് വലുതാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് 6th പോയിന്റ്. ഇനി 7th പോയിന്റ് ശരിയായ സുഹൃത്തുക്കളെ കണ്ടെത്തുക. സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നിങ്ങൾ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. അതായത് എപ്പോഴും പണത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളും ഓട്ടോമാറ്റിക്കായി പണക്കാരനാകും. മറിച്ച് എപ്പോഴും പരാതി പറയുന്നവരും അടിച്ചു പൊളിക്കുന്നവരുമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി അതേ വൈബാവും. സോ നിങ്ങളുടെ പണവും പതുക്കെ തീരാൻ തുടങ്ങും. ഇതാണ് 7th ടിപ്പ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും അപ്ലിക്കബിൾ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് 8th പോയിന്റാണ്. ഇതധികാരം അങ്ങനെ ചെയ്യാറില്ല തോന്നുന്നു, പക്ഷെ അത് എപ്പോഴും നമ്മൾ ഒരു കരുതൽ പോലെ ചെയ്തിരിക്കണം. അതായത് എമർജൻസി ഫണ്ട്. പണം കയ്യിൽ വന്നാൽ ഉടൻ തന്നെ ഒരു ചെറിയ തുക അത്യാവശ്യ ഘട്ടങ്ങൾക്കായി മാറ്റിവെക്കുക. അതായത് സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മളെപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങൾക്കായി ചെറിയൊരു തുകയെങ്കിലും മാറ്റിവെക്കണം. ഒരു അസുഖം വന്നാലോ ജോലി നഷ്ടപ്പെട്ടാലോ ഒന്നും നമുക്ക് ആരോടും കൈ നീട്ടേണ്ടി വരരുത്. കുറഞ്ഞത് ഒരു 6 മാസത്തെ ചിലവിനുള്ള പണമെങ്കിലും കയ്യിൽ കരുതുന്നത് നിങ്ങൾക്ക് വലിയൊരു മനസ്സമാധാനം നൽകും. അതായത് നമ്മളെപ്പോഴും കിട്ടുന്ന സാലറിയിൽ നിന്ന് ചെറിയ എമൗണ്ട് മാറ്റിയൊരു വലിയ എമൗണ്ടാക്കി മാറ്റണം. ഇതാണ് 8ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ 9ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. 9ാമത്തെ പോയിന്റാണ് അസറ്റുകൾ വാങ്ങുക.
അതായത് പണം കയ്യിലുള്ളപ്പോൾ പണം തിരിച്ചു തരുന്ന സാധനങ്ങൾ വാങ്ങുക. ഉദാഹരണത്തിന് ഒരു വീട് വാടകയ്ക്ക് നൽകാനോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനോ ശ്രമിക്കുക. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങുക. അത് നമുക്കും ഫ്യൂച്ചറിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാകും. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെയാണ് ഇങ്ങനെ വലിയ വലിയ ബിസിനസ്മാൻസ് ഉണ്ടാകുന്നത്. സോ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. വളരെ പക്കയായിട്ടുള്ള 100% സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ ലയബിലിറ്റീസ് കുറയ്ക്കുക. അതായത് കടബാധ്യതകൾ. നമ്മൾ കടം കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് കടം വാങ്ങാനല്ല. നമ്മളെപ്പോഴും കടം കൊടുക്കുന്ന ആളാവാൻ ശ്രമിക്കുക. കടം വാങ്ങുന്ന ആളാവാതെ കടം കൊടുക്കുന്ന ആളാവാൻ ശ്രമിക്കുക. ഇനി അടുത്ത 10ാമത്തെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്. അതായത് പണം വരുന്ന വഴികൾ കൂട്ടുക. ഒരു ഇൻകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പാസീവ് ഇൻകംസ് ജനറേറ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക. നമ്മളെപ്പോഴും ഒരു വരുമാന മാർഗത്തെ മാത്രം വിശ്വസിച്ചിരിക്കരുത്. ആ ഒരു വഴി അടഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകും. സോ സൈഡ് ബിസിനസ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള വഴികളിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ട്യൂഷൻ എടുക്കാം, അങ്ങനെ വഴികളിലൂടെ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ 10 കാര്യങ്ങൾ. പണം കൈകാര്യം ചെയ്യുക എന്നതൊരു കലയാണ്. ഇത് പതുക്കെ മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളിൽ എത്ര പേർ ഇതിനോടകം തന്നെ ഈ കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമായി തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൈക്കോളജി ഫാക്ട്സിനും ലൈഫ് ടിപ്സിനുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.